എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസ് പ്രമാണിച്ച് ഞാനൊരു പുൽക്കൂട് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ബേസ് ബോർഡ് എടുത്തിട്ടുണ്ട്. അത് ഇതേ ഡിസൈനിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൽ ചെറിയ സ്റ്റിക്ക് മോഡലിൽ സെപ്പറേറ്റ് കാർഡ്ബോർഡ് ഞാൻ കട്ട് ചെയ്തത് വെച്ച് കൊടുക്കുന്നുണ്ട്. ബാക്ക് ഈ ജനൽ പോർഷനായിട്ട് എടുക്കാനായിട്ടാണ്. സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ ഒട്ടിച്ചിരിക്കുകയാണ്. ഇനി ക്രോസിംഗ് ആയിട്ട് കൂടി ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഫെവിക്കോളാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അങ്ങനെ ബാക്ക് പോർഷൻ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു കാർഡ്ബോർഡ് എടുത്ത ശേഷം വീഡിയോയിൽ കാണിച്ചിരിക്കും പോലെ തന്നെ അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കാം. ഇത് ഫ്രണ്ട് കവറിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ വലിപ്പത്തിൽ തന്നെ ഞാൻ കാർഡ്ബോർഡ് കട്ട് ചെയ്തത് കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അതായത് ഒന്ന് സ്ട്രെയിറ്റിനും വരണം, രണ്ടൊന്ന് സൈഡ് പോർഷനായിട്ടും വരണം. ചെറിയ കാർഡ്ബോർഡ് കഷ്ണങ്ങൾ ഞാൻ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഫെവിക്കോൾ വെച്ച് തന്നെയാണ് കവർ ചെയ്യുന്നത്. ഫുള്ളായിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. മുകൾ ഭാഗം ത്രികോണ ആകൃതിയിൽ വരുന്ന രീതിക്ക് ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ വലിപ്പത്തിൽ കുറച്ച് കാർഡ്ബോർഡ് സെറ്റ് ചെയ്യാം. ഇത് വേലിക്കായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. കൂടാതെ മറ്റ് വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് പരിചയമുള്ളവരിലേക്ക് എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം എന്താ വേലി കറക്റ്റ് ആയിരിക്കുകയാണ്. ഇതുപോലെ രണ്ടെണ്ണം തയ്യാറാക്കണം. നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന കാർഡ്ബോർഡ് ഞാൻ എടുക്കുകയാണ്. അതിലേക്ക് ഞാൻ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഫെവിക്കോളാണ് യൂസ് ചെയ്തേക്കുന്നത്. ഫുള്ളായി കവർ ചെയ്ത് ഒട്ടിക്കണം. ഇനി കുറച്ച് വൈക്കോൽ എടുത്തിട്ടുണ്ട്. ഇത് മുകൾ ഭാഗം കവർ ചെയ്യാനായിട്ടാണ്. ഒരു കാർഡ്ബോർഡ് എടുത്ത ശേഷം വീഡിയോയിൽ കാണിച്ചിരിക്കും പോലെ തന്നെ ഒരു നൂല് വെച്ച് അത് കെട്ടണം. രണ്ട് സൈഡും കെട്ടിക്കൊടുക്കണം. അതിനുശേഷം ഈ വൈക്കോല് ഇതിനുള്ളിലേക്ക് വെച്ചാൽ മതിയാവും. ഇത് ക്ലേ ആണ് കേട്ടോ. ക്ലേയിനെ ഞാൻ കുറച്ച് വെള്ളവും വെച്ച് ചാലിച്ച് ലൂസാക്കി എടുത്തേക്കാണ്. ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് വെച്ചിരുന്ന കാർഡ്ബോർഡ് ഇപ്പോൾ നല്ലപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടായിട്ടാണ് എടുത്തേക്കുന്നത്. മേൽക്കൂര, വേലി, അങ്ങനെ എല്ലാ ഐറ്റവും ഉണ്ട്. മൊത്തം ഇത്രയും ഐറ്റംസാണ് വേണ്ടത്. അതിനുശേഷം ഇതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പുൽക്കൂടിൻ്റെ ഐറ്റംസ് എല്ലാം തയ്യാറായിരിക്കുകയാണ്. ഇനി ഇത് സെറ്റ് ചെയ്യാം. ഇനി എന്താ ഒരു ടേബിളിലായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പം ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് പോർഷനും കൂടി ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. മുകൾ പോർഷനിൽ കൂടി ഒരു സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുത്ത ശേഷം വൈക്കോൽ വെച്ച് തയ്യാറാക്കി വെച്ചിരുന്ന മേൽക്കൂര അതിന് മേളിലേക്ക് വെച്ച് കൊടുക്കാം. സൈഡ് പോർഷനിലും കൂടി അതുപോലെ തന്നെ വൈക്കോൽ സെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതും കൂടി വെച്ച് കൊടുത്ത ശേഷം ഉള്ളിലായിട്ട് വൈക്കോലിട്ട് നിമത്താം. അങ്ങനെ ഞാൻ വൈക്കോൽ കട്ട് ചെയ്തും കൂടിയാണ് ഇടുന്നത്. പിന്നെ വേലി സെറ്റ് ചെയ്യുന്നുണ്ട്. രണ്ട് സൈഡും വെച്ച് കൊടുത്ത ശേഷം കുറച്ചും കൂടി നല്ല ഭംഗിയിലിരിക്കാൻ വേണ്ടി ഞാൻ ഫ്രണ്ടിൽ ഫെവിക്കോൾ ആഡ് ചെയ്ത ശേഷം പുല്ലിൻ്റെ ഡിസൈൻ കൊടുക്കുന്നുണ്ട്. ചെറിയ കല്ലിൻ്റെ ഡിസൈനും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കല്ല് വെച്ച് ചെറുതായി ഒരു കിണർ കൂടി സെറ്റ് ചെയ്യാം.
അതിനുശേഷം ഞാൻ ഒരു കമ്പ് എടുക്കുന്നുണ്ട്. ആ കമ്പ് നല്ലപോലെ പെയിന്റ് അടിച്ച ശേഷം ജസ്റ്റ് ഒന്ന് മരത്തിന് വേണ്ടിയിട്ട് പഞ്ഞി കുറച്ച് എടുത്തിട്ടുണ്ട്. അത് പല കളേഴ്സിൽ ഗ്രീനിൻ്റെ തന്നെ 4 കളേഴ്സ് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഫെബിക്കോളും കൂടി വെച്ച് നിങ്ങൾക്ക് വേറെ ഇഷ്ടമുള്ള ഇലകൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെ മരം സെറ്റായിരിക്കുകയാണ്. ഇനി അത് പുൽക്കൂടിൻ്റെ ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ബ്ലൂവും വൈറ്റും ഷെയ്ഡ്സിൽ കളർ ഞാൻ എടുത്തിട്ടുണ്ട്. നേരത്തെ ചെയ്ത് വെച്ചിരുന്ന കിണറ്റിൻ്റെ അകത്ത് ബ്ലൂവും വൈറ്റും കൂടി മിക്സ് ചെയ്ത് ഞാൻ പെയിൻറ്റ് ചെയ്യുന്നു. പിന്നെ ഗ്ലൂവിൻ്റെ ജെല്ല് കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് വെള്ളത്തിൻ്റെ ഒരു പ്രതീതി തോന്നിക്കാനാണ്. ഇനി പുൽക്കൂട്ടിലേക്ക് ഞാൻ ഐറ്റംസ് സെറ്റ് ചെയ്യുകയാണ്. ഞാൻ കുറച്ച് കളർ ലൈറ്റും കൂടി അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫൈനൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ നേർന്നുകൊണ്ട് മറ്റൊരു ക്രാഫ്റ്റ് ഐഡിയയുമായി അടുത്ത വീഡിയോയിൽ കാണാം.